ഹലോ എവ്രി വൺ. അപ്പോൾ മത്തി ഉലർത്തിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. സൂപ്പറാണ്, നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടാ, ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചേക്കുന്ന ചാളയിലോട്ടേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ പൊരിക്കുന്നതിലേക്ക് ഈ ഇടുന്ന മുളക് പൊടി കൂടാതെ നമുക്ക് ഉലർത്താൻ നേരത്തും കുറച്ച് വറ്റൽമുളകിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എരിവ് അതനുസരിച്ച് വേണം നോക്കിയിടാൻ. വെള്ളത്തിന് പകരം ഞാൻ ഇവിടെ സുർക്കയാണ് എടുത്തേക്കുന്നത്. കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പം നമ്മളിത് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ക്യാമറയിൽ നോക്കിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മീൻ ഇടുന്നത് തലങ്ങനും വിലങ്ങനൊക്കെ ആയിട്ട് വന്നേക്കണത് കേട്ടോ. അപ്പം നമ്മുടെ മീൻ ദേ വൺ സൈഡ് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇത് ക്യാമറയിൽ നോക്കി ചെയ്യണതുകൊണ്ടാണ് കേട്ടോ വൃത്തിക്ക് വരാത്തത്. അപ്പോൾ വൺ സൈഡ് ആയിട്ടുണ്ട്. അത് കണ്ടമാനം മുരിയുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് വേറൊരു കാര്യം കൂടെ ചെയ്യാനുള്ള, ഉലർത്തിയെടുക്കാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ കണ്ടമാനം മുരിഞ്ഞ് പോകണ്ട, ഒരു മീഡിയം വേവ് മതിയാവും കേട്ടോ. നല്ലോണം മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഞാൻ കുഞ്ഞിതിൽ നിറയെ ചോറ് കഴിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇപ്പോൾ കിട്ടിയാലും അതുപോലെ തന്നെയാണ്, സൂപ്പറാണെന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാൻ മൊത്തം മീനും എടുക്കുന്നില്ല കേട്ടോ, ഒരു 8-9 മത്തിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി കുറച്ച് അധികം ഇരുന്നോട്ടെ. പിന്നെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഉള്ളിക്ക് ആവശ്യമായിട്ട് ഞാൻ ഇത്രയും വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. ഇനി അത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് ചതയ്ക്കുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം, കുറച്ച് ടേസ്റ്റിയും കുറച്ച് രസം തോന്നിയിരിക്കുന്നത് ഇതുപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ വറ്റൽമുളക് ഇട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ച് സെറ്റാക്കാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം വറ്റൽമുളക് ഒറ്റയ്ക്ക് ഇട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉള്ളി നന്നായിട്ട് ചതച്ച് എടുക്കുവാണ്. അപ്പം നമ്മുടെ ഉള്ളി മുളകും ചതച്ചത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മത്തിയുടെ ഫ്ലഷ് മുള്ളിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ വാലി പിടിച്ചിട്ട് കുടയുമ്പോൾ വിട്ട് വരണം, അതിൻ്റെ ഫ്ലഷ് വിട്ട് വരണം. അതാണ് കേട്ടോ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ മുള്ള്, ചെറിയ മുള്ളൊക്കെ നമുക്ക് എടുത്തല്ലിട്ട് ഉണ്ടാക്കി കൊടുക്കാനോ നല്ല ടേസ്റ്റാണ്. കുട്ടികളായാലും ചോറ് നന്നായിട്ട് കഴിച്ചോളും. എരിവ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ, അതാണ് ഞാൻ ഈ മീൻ ഫ്ലഷ് ഇങ്ങനെ വിടിയിച്ചെടുക്കുമ്പോൾ കുറച്ച് താമസം വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ മീൻ പൊരിച്ച സെയിം പാനിലോട്ടേക്കാണ് കേട്ടോ നമ്മൾ ഈ ചതച്ച ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവ് തോന്നിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചതച്ച് വെച്ചേക്കണേ ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. നമ്മൾ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് ചേർക്കില്ല, കാരണം ഇടിച്ച മുളകിലും ഉപ്പിട്ടിട്ടുണ്ട്, പൊരിച്ച് വെച്ചിരുന്ന മത്തിയിലും ഉപ്പിട്ടിട്ടുണ്ടായി കേട്ടോ. പിന്നെ നമ്മൾ മീൻ പൊരിച്ച സെയിം വെളിച്ചെണ്ണയിലും ആണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഒറ്റ ഉപ്പിൻ്റെ ആവശ്യമില്ല, ഇത് കറക്റ്റാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഉള്ളിയൊക്കെ പാകം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഫ്ലഷ് മാത്രം എടുത്ത് വെച്ചിട്ടുള്ള ആ മീനും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, മത്തിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് 2-3 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അധികം നേരം വേണ്ട, ഒരുപാട് മുരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ മത്തി ഉലർത്തിയത് റെഡിയായി. ഇനി
കുറച്ച് ചോറങ്ങോട്ട് എടുക്കുക, അതിനകത്തേക്ക് സൈഡിലോട്ടേക്ക് ഇതങ്ങോട്ട് വയ്ക്കുക, എന്നിട്ട് കുറച്ച് ചോറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പറക്കിയിട്ടതിന് ശേഷം കുഴച്ച് വാരി കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അകത്ത് തീരെ വെട്ടമില്ലാത്തതുകൊണ്ട് പുറത്ത് വന്ന് നിന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ക്യാമറയിൽ അത്രയും ക്ലാരിറ്റി കിട്ടില്ല അകത്താണെങ്കിൽ. അങ്ങനെ നമ്മുടെ മത്തി ഉലർത്തിയത് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ദേ ഒരു വാഴയിലേക്ക് വെച്ചിട്ട് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിക്ക് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ വലിയ ലുക്കില്ല എന്നുള്ളൂ, കഴിച്ച് നോക്കിയാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ ഒപ്പം സൂപ്പറാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.